ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു വിരുന്ന് സൽക്കാരം നടത്തുന്ന കോടീശ്വരനായ കാർലോസിനെയാണ് കാണിക്കുന്നത്. കാർലോസിന് റൈറ്റ് മാർട്ട് എന്ന പേരിൽ വലിയൊരു ഷോപ്പുണ്ട്. കാർലോസിൻ്റെ രണ്ടാം ഭാര്യയും അവൻ്റെ ഏക മകളായ ജെസിക്കയും പോലീസ് ഓഫീസറായ നൂലോൺ, കാർലോസിൻ്റെ മാനേജർ, അയാളുടെ ഭാര്യയായ അമാൻഡ, ജെസിക്കയുടെ കാമുകൻ ബോബി എന്നിങ്ങനെ ഒട്ടനവധി പേർ ആ ഒരു വിരുന്നു സൽക്കാരത്തിൽ പങ്കെടുത്തിരുന്നു. ബ്ലാക്ക് ഫ്രൈഡേയുടെ ഒന്നും കാർലോസ് തൻ്റെ ഷോപ്പ് തുറന്നിരുന്നു. താങ്ക്സ് ഗിവിംഗ് എന്ന പേരിൽ കാർലോസ് ഒന്ന് തൻ്റെ ഷോപ്പിലെ സാധനങ്ങൾക്ക് വലിയൊരു ഓഫർ പ്രഖ്യാപിച്ചിരുന്നു. അതിനാൽ തന്നെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടാനായി നിരവധി ആളുകൾ അവിടെ തടിച്ചുകൂടിയിരുന്നു. തിക്കും തിരക്കും വർദ്ധിച്ചു വന്നതോടെ കൂട്ടത്തിലുണ്ടായിരുന്ന ലിസിയും പീറ്ററും ഉൾപ്പെടെയുള്ള ആളുകൾ പരസ്പരം കലഹിക്കാൻ തുടങ്ങി. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ പാർട്ടി കഴിഞ്ഞ് കാർലോസിൻ്റെ മാനേജർ ഷോപ്പിലേക്ക് എത്തിയിരുന്നു. ആ രാത്രിയിൽ ജെസിക്ക ബോബിക്കൊപ്പം തങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂടെ ഒരു സിനിമ കാണാനായി പുറത്തേക്കിറങ്ങി. ഏവരും ജെസിക്കയുടെ പിതാവിൻ്റെ ഷോപ്പിൻ്റെ മുൻപിലൂടെയായിരുന്നു ഫിലിമിനെ പോയിരുന്നത്. ഈ ഒരു സമയത്തവർ ആളുകൾ ജെസിക്കയുടെ പിതാവിൻ്റെ ഷോപ്പ് ലക്ഷ്യമാക്കി ഓടുന്ന കാഴ്ചകൾ കണ്ടിരുന്നു. ഇത് കണ്ടതോടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഇവാൻ തനിക്കൊരു മൊബൈൽ ഫോൺ വാങ്ങണമെന്നും അത് വാങ്ങി എത്രയും വേഗം തിരിച്ചു വരാമെന്നും കൂട്ടുകാരോട് പറയുകയാണ്. അങ്ങനെ അവർ റൈറ്റ് മാർട്ടിലേക്ക് പോകുന്ന സമയത്ത് റയാൻ എന്ന ജെസിക്കയുടെ പരിചയക്കാരൻ അവളുമായി കൂട്ടുകൂടാനായി ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇത് ബോബിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ആളുകളെ നിയന്ത്രിക്കാനായി ന്യൂലോണും മാനേജറുടെ ഭാര്യയായ അമാൻഡയും അന്ന് ഷോപ്പിലേക്ക് എത്തിയിരുന്നു. ജെസിക്കയുടെ പിതാവിൻ്റെ ഷോപ്പായതിനാൽ സ്റ്റാഫുകൾക്ക് പ്രവേശിക്കാനുള്ള വാതിലിലൂടെ ജെസിക്കയും കൂട്ടുകാരും ഷോപ്പിനുള്ളിലേക്ക് കടക്കുകയാണ്. ഈ ഒരു കാഴ്ച കണ്ടതോടെ അപ്പനായാരി പൊട്ടനാ എന്നും ചോദിച്ചുകൊണ്ട് അക്കൂട്ടത്തിലുണ്ടായിരുന്ന വിദ്യാർത്ഥിയായ പീറ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. അതോടുകൂടി മാനേജർ ഷോപ്പിൻ്റെ ഡോറുകൾ അടച്ചിടാനായി തൻ്റെ ജോലിക്കാരോട് നിർദ്ദേശിച്ചു. ഇനി 10 മിനിറ്റ് കൂടി ബാക്കിയുണ്ടെന്ന് സ്പീക്കറിലൂടെ പോലീസ് ജനങ്ങളെ അറിയിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് പീറ്റർ എന്ന യുവാവ് പോലീസിൻ്റെ പക്കൽ നിന്നും സ്പീക്കർ തട്ടിയെടുക്കുകയും ഷോപ്പ് തുറന്നെന്ന് അതിലൂടെ വിളിച്ചു പറയുകയും ചെയ്തു. ഇത് കേട്ടപാടെ ജനങ്ങളെല്ലാം ഷോപ്പിനകത്തേക്ക് ഇരച്ചു കയറാൻ ആരംഭിച്ചു. സെക്യൂരിറ്റി ഗാർഡായ യുവാവ് ഏവരെയും തടയാൻ ശ്രമിച്ചെങ്കിലും ഒന്നും ഫലവത്തായില്ല. ഈ ഒരു കാഴ്ച കണ്ടതോടെ എത്രയും വേഗം ഡോറുകൾ തുറക്കാനായി അമാൻഡ സ്റ്റാഫുകളോട് നിർദ്ദേശിച്ചു. പക്ഷേ ആ സ്റ്റാഫ് വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നതിലും മുൻപ് തന്നെ ആളുകൾ വാതിൽ തകർത്തുകൊണ്ട് അകത്തേക്ക് പ്രവേശിച്ചിരുന്നു. അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചിരുന്നവരിൽ ചിലർക്ക് ചില്ലുകൾ ശരീരത്തിനകത്തേക്ക് തുളച്ചു കയറി മാരകമായി പരിക്കേറ്റിരുന്നു. ഈ ഒരു സമയത്ത് താഴെ വീണു പോയിരുന്ന ഷോപ്പിലെ സ്റ്റാഫിനും മാരകമായ പരിക്കേറ്റിരുന്നു. സാധനങ്ങൾ വാരിയെടുക്കാനുള്ള തത്രപ്പാടിനിടെ ആളുകൾ പരസ്പരം ആക്രമിക്കാൻ ആരംഭിച്ചു. ഈ രംഗങ്ങളെല്ലാം ഇവൻ തൻ്റെ മൊബൈൽ ക്യാമറയിൽ ചിത്രീകരിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് അമാൻഡയും തിക്കിലും തിരക്കിലും പെട്ട് നിലത്ത് വീണു പോയിരുന്നു. താഴെ വീണു പോയിരുന്ന ഷോപ്പിലെ സ്റ്റാഫിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ബോബിയുടെ കൈയൊടിഞ്ഞു. പരിക്കുപറ്റി മൃതപ്രാണനായ അവസ്ഥയിലും ഒരു യുവാവ് സാധനങ്ങൾ വാരിക്കൂട്ടാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അയാളുടെ കയ്യിൽ നിന്നും മറ്റൊരു യുവതി അത് തട്ടിയെടുത്തുകൊണ്ടോടി. നിർഭാഗ്യവശാൽ ഈ ഒരു സമയത്ത് ആളുകൾ വാരിക്കൂട്ടി സാധനങ്ങൾ കൊണ്ടുപോയിരുന്ന ട്രോളിയുടെ ടയർ അമാൻഡയുടെ മുടിയിൽ കുടുങ്ങാനിടയായി. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ ലിസി ഉൾപ്പെടെയുള്ള ആളുകൾ തങ്ങളുടെ ട്രോളുകളുമായി മുന്നോട്ട് നീങ്ങുകയാണ്. അതോടുകൂടി അമാൻഡയുടെ തലയുടെ ഒരു ഭാഗം അടർന്നു പോവുകയും അമാൻഡ ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്തു. ഈ ഒരു കാഴ്ച കണ്ട് അമാൻഡയുടെ ഭർത്താവായ മാനേജർ പൊട്ടിക്കരഞ്ഞു. തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്കന്ന് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു വർഷത്തിന് ശേഷമുള്ള രംഗങ്ങളാണ്. മാളിൽ വെച്ച് നിറങ്ങേറിയിരുന്ന മൃഗീയമായ സംഭവം ഇവാൻ തൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. എന്നാൽ ഈ സംഭവങ്ങളെല്ലാം ജോൺ കാർവർ എന്നൊരു വ്യക്തി ദേഷ്യത്തോടെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. പിന്നത്തെ കൊല്ലവും കാർലോസ് തൻ്റെ ഷോപ്പിൽ താങ്ക്സ് ഗിവിംഗ് നടത്താനായി ഒരുങ്ങുകയാണ്. അതിനാൽ തന്നെ കാർലോസിൻ്റെ മാനേജർ ഉൾപ്പെടെ നിരവധി ആളുകൾ ആ പരിപാടി വേണ്ടെന്നും പറഞ്ഞ് സമരത്തിലേർപ്പെട്ടിരുന്നു. അന്ന് കൈയൊടിഞ്ഞതോടെ ബോബിക്ക് സ്പോർട്സിലെ തൻ്റെ കരിയർ അവസാനിപ്പിക്കേണ്ടി വന്നിരുന്നു. നിരാശയോടെ ബോബി ജെസിക്കയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് തൻ്റെ അമ്മാവൻ്റെ പക്കലേക്ക് പോയി. പിന്നീട് ന്യൂലോൺ എന്ന പോലീസുകാരൻ റെസ്റ്റോറൻറ്റ് നടത്തിയിരുന്ന ലിസി എന്ന യുവതിയുടെ ഷോപ്പിലേക്ക് ചെല്ലുകയാണ്. ലിസി എന്ന് ഏവർക്കും ഒരു മുഖംമൂടി സമ്മാനമായി കൊടുത്തിരുന്നു. അമേരിക്കയാണ് കാർലോസിൻ്റെ ഉടമസ്ഥതയിലുള്ള വസ്തുവകകൾ ആരോ നശിപ്പിച്ചിട്ടുള്ളതായി കാർലോസ് തിരിച്ചറിയുന്നത്. അയാൾ ഇക്കാര്യം തൻ്റെ പരിചയക്കാരനായിരുന്ന ന്യൂലോണിനെ അറിയിച്ചിരുന്നു. പിന്നീട് ജെസിക്കയും കൂട്ടുകാരും ലിസിയുടെ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാനായിരിക്കുന്ന സമയത്ത് അവരെ ഏവരെയും ടാഗ് ചെയ്തുകൊണ്ട് ജോൺ കാർവറിൻ്റെ ഒരു മെസ്സേജ് എത്തി. ഒരു തീന്മേശയുടെ ഫോട്ടോയായിരുന്നു അത്. അതിൽ
അവരുടെയും പേരുകൾ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. അത് അവരത്ര കാര്യമായി എടുത്തില്ല. അല്പസമയത്തിനകം തന്നെ ജെസിക്കയുടെ പുതിയ കാമുകനായ റയാൻ അങ്ങോട്ടേക്കെത്തി. ഈ ഒരു സമയത്ത് മുഖംമൂടിധാരിയായ ഒരാൾ തന്നെ വീക്ഷിച്ചു നിൽക്കുന്നത് ജെസിക്ക കണ്ടിരുന്നു. ആ രാത്രിയിൽ ജോൺ കാർവർ എന്ന ആ അജ്ഞാതൻ തൻ്റെ കത്തി മൂർച്ച കൂട്ടിക്കൊണ്ട് വേട്ടയ്ക്ക് ഇറങ്ങുകയാണ്. അന്നത്തെ ആ സംഭവത്തിൽ ഉൾപ്പെട്ടിരുന്ന ലിസിയെയായിരുന്നു അയാൾ നോട്ടം വെച്ചിരുന്നത്. റെസ്റ്റോറൻ്റ് അടച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് ആരോ റെസ്റ്റോറൻറ്റിനകത്തേക്ക് കയറി പറ്റിയിട്ടുണ്ടെന്ന് ലിസിക്ക് ബോധ്യമായി. ഉടൻ തന്നെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ജോൺ കാർവർ ലിസിയുടെ പക്കലേക്ക് ചാടി വീഴുകയും അവളെ കൊലപ്പെടുത്താൻ ഒരുങ്ങുകയും ചെയ്തു. ശേഷം ജോൺ ലിസിയെ ശ്വാസം മുട്ടിച്ചുകൊണ്ട് അവളുടെ ശരീരം പൊള്ളിച്ചു. ഭീതിയോടെ ലിസി അവിടെ ഉണ്ടായിരുന്ന സ്റ്റോർ റൂമിലേക്ക് ഓടി വാതിലടയ്ക്കുകയും പോലീസിനെ വിളിക്കാനായി ശ്രമിക്കുകയും ചെയ്തു. നിർഭാഗ്യവശാൽ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ രക്തം തെറിച്ചിരുന്നതിനാൽ പെട്ടെന്നുള്ള വെപ്രാളത്തിൽ അവൾക്ക് ഫോൺ ഓപ്പൺ ആക്കാനായി സാധിച്ചിരുന്നില്ല. പിന്നീട് അവൾ CCTV നോക്കി അക്രമി ഷോപ്പിൽ നിന്നും പുറത്തു പോയെന്ന് ഉറപ്പുവരുത്തി. ഭീതിയോടെ അവൾ ഷോപ്പിൽ നിന്നും ഇറങ്ങിയോടി രക്ഷപ്പെടാനായി തൻ്റെ കാറിലേക്ക് കയറാനായി ശ്രമിക്കുകയാണ്. അപ്പോഴാണ് ബാഗിലുണ്ടായിരുന്ന കാറിൻ്റെ കീ കാണാനില്ല എന്നുള്ള വസ്തുത അവൾ ഞെട്ടലോടെ മനസ്സിലാക്കുന്നത്. അപ്പോഴേക്കും അക്രമി അവളുടെ കാർ സ്റ്റാർട്ടാക്കി കഴിഞ്ഞിരുന്നു. രക്ഷപ്പെടാനായി അവൾ അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് ബോക്സിലേക്ക് ചാടിക്കയറാനായി ശ്രമിച്ചു. അക്രമി ആ കാർ ഉപയോഗിച്ച് വേസ്റ്റ് ബോക്സിലിടിക്കുകയും അതോടെ അവളുടെ ശരീരം രണ്ടായി മുറിഞ്ഞു പോവുകയും ചെയ്തു. പിറ്റേന്ന് ന്യൂലോൺ ഉൾപ്പെടെയുള്ള പോലീസുകാർ ലിസിയുടെ അരയ്ക്ക് താഴെയുള്ള ഭാഗം റൈറ്റ് മാർട്ടിൻ്റെ പരസ്യ ബോർഡിൽ നിന്നുമാണ് കണ്ടെടുത്തിരുന്നത്. ഈ സമയത്താണ് ജെസിക്ക കൊല്ലപ്പെട്ടിരുന്ന യുവതിയുടെ പേരും തങ്ങൾക്ക് അയച്ചിരുന്ന ആ ഒരു തീന്മേശയിലുണ്ടായിരുന്നു എന്നുള്ള വസ്തുത ഞെട്ടലോടെ തിരിച്ചറിയുന്നത്. പോലീസ് CCTV പരിശോധിച്ചെങ്കിലും മുഖം മൂടി വെച്ചിരുന്നതിനാൽ ആളെ തിരിച്ചറിയാനായി സാധിച്ചിരുന്നില്ല. ഈ സംഭവം ജെസിക്കയുടെ സുഹൃത്തുക്കളായ ഇവാൻ ഗാബി, സ്കൂബ, ലിവിയ എന്നിവരെ ഭീതിയിലാഴ്ത്തിയിരുന്നു. ഈ ഒരു സമയത്ത് ഒരു വാൻ തങ്ങളെ നിരീക്ഷിച്ച് കടന്നു പോകുന്നതായി ജെസിക്കയ്ക്ക് തോന്നിയിരുന്നു. അപകടം നടക്കുന്ന സമയത്ത് റൈറ്റ് മാർട്ടിലുണ്ടായിരുന്നവരെയാണ് കില്ലർ വേട്ടയാടുന്നതെന്ന് ന്യൂലോൺ ജെസിക്കയെ അറിയിച്ചു. അന്നത്തെ ആ സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങളുടെ ബാക്കപ്പ് ഷോപ്പിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിരുന്നു. അതിനാൽ തന്നെ ആ അപകടത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാനായാൽ അത് പോലീസിന് വലിയ സഹായമാകുമെന്നും ന്യൂലോൺ ജെസിക്കയെ അറിയിച്ചു. പിന്നീട് പോലീസ് ജെസിക്കയുടെ കൂട്ടുകാരിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. അങ്ങനെയിരിക്കെയാണ് ജെസിക്കയുടെ മുൻകാമുകനായ ബോബി വീണ്ടും അവളുടെ പക്കലേക്ക് എത്തുന്നത്. താനിപ്പോൾ തൻ്റെ അമ്മാവൻ്റെ ക്രെയിൻ സർവീസിലാണ് ജോലി ചെയ്യുന്നത്. അന്നത്തെ ആ സംഭവത്തോടെ മനസ്സാകെ മരവിച്ചു പോയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാതെ നാടുവിട്ടതെന്ന് ബോബി ജെസിക്കയോട് പറഞ്ഞു. ഷോപ്പിലെ CCTV ദൃശ്യങ്ങളുടെ ബാക്കപ്പ് തൻ്റെ വീട്ടിലുണ്ടെന്നും തൻ്റെ രണ്ടാനമ്മയാണ് അതെന്ന് മാറ്റിയിരുന്നതെന്നും ഈ ഒരു സമയത്ത് ജെസിക്ക ബോബിയെ അറിയിച്ചു. തൻ്റെ പിതാവ് അത് രഹസ്യമാക്കി വച്ചിരിക്കുകയാണെന്നും അതെന്തുകൊണ്ടാണെന്ന് തനിക്കറിയില്ലെന്നും ഈ ഒരു സമയത്ത് അവൾ അവനോട് പറഞ്ഞു. അല്പസമയത്തിനകം തന്നെ ജെസിക്കയുടെ പുതിയ കാമുകനായ റയാൻ അങ്ങോട്ടേക്കെത്തി. ഈ ഒരു സമയത്ത് വിവരങ്ങൾ ശേഖരിക്കാനായി പോലീസ് ബോബിയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു. ആ രാത്രിയിൽ റൈറ്റ് മാർട്ടിലെ സെക്യൂരിറ്റി ഗാർഡ് നാടുവിട്ട് പോകാനൊരുങ്ങുകയാണ്. ഈ ഒരു സമയത്ത് ജോൺ കാർവർ അവിടേക്കെത്തി. അന്നത്തെ ആ സംഭവത്തിൽ ഈ ഒരു സെക്യൂരിറ്റി ഗാർഡിനെ ജനങ്ങളെ നിയന്ത്രിക്കാനായി സാധിച്ചിരുന്നില്ല. ഉടൻ തന്നെ ജോൺ സെക്യൂരിറ്റി ഗാർഡിനെ പുറകിൽ നിന്നും ആക്രമിക്കുകയും അയാളുടെ ശിരസ് ഛേദിച്ചു മാറ്റുകയും ചെയ്തു. ശേഷം ആ ശിരസും ബാഗിലിട്ടാണ് ജോൺ തിരികെ പോയത്. പോകുന്ന സമയത്ത് അയാൾ സെക്യൂരിറ്റി ഗാർഡിൻ്റെ പൂച്ചയ്ക്ക് ഭക്ഷണം നൽകിയിരുന്നു. പിന്നീട് ജോൺ തൻ്റെ താവളത്തിലുള്ള ആ ഒരു തീന്മേശയിലെ പ്ലേറ്റിലേക്ക് ആ സെക്യൂരിറ്റി ഗാർഡിൻ്റെ തലവെച്ചു. തൊട്ടപ്പുറത്തായി അയാൾ മുൻപ് കൊന്നിരുന്ന ലിസിയുടെ അരയ്ക്ക് മുകളിലുള്ള ഭാഗവും ഉണ്ടായിരുന്നു. ശേഷം ജോൺ ഈ ഒരു ഫോട്ടോ ജെസിക്കയ്ക്കും കൂട്ടുകാർക്കും അയച്ചു കൊടുക്കുകയാണ്. ഭീതിയോടെ അവൾ ഇക്കാര്യം ഉടൻ തന്നെ പോലീസിൽ അറിയിച്ചു. പോലീസ് അത്ര തലപുകഞ്ഞാലോചിച്ചിട്ടും പ്രതിയെക്കുറിച്ചുള്ള ഒരു തുമ്പും കിട്ടിയിരുന്നില്ല. സംശയത്തോടെ ജെസിക്ക തൻ്റെ പിതാവിൻ്റെ കമ്പ്യൂട്ടറിലുണ്ടായിരുന്ന അന്നത്തെ ആ സംഭവങ്ങളുടെ CCTV ക്ലിപ്പിംഗ്സ് പരിശോധിച്ചു. ഈ ഒരു സമയത്താണ് റയാൻ അന്ന് കൊല്ലപ്പെട്ടിരുന്ന ഒരു സ്റ്റാഫിനെ വാരിപ്പുണരുന്ന കാഴ്ച ജെസിക്ക കാണാനിടയാവുന്നത്. ഇത് ജെസിക്കയിൽ സംശയമുളവാക്കി. കാരണം ആ സ്റ്റാഫിനെ പരിചയമുണ്ടെന്നുള്ള കാര്യം റയാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനെ അവളും ബോബിയും ചേർന്ന് ഈ ഒരു കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥനായ ന്യൂലോണിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. പിന്നീട് ജെസിക്കയുടെ കൂട്ടുകാർ അന്ന് ആ സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന റയാനെയും ബോബിയെയും സംശയിച്ചു തുടങ്ങുകയാണ്. അതേസമയം
നീ എത്രയും വേഗം തിരിച്ചു പോകണമെന്നും പറഞ്ഞുകൊണ്ട് റയാൻ ബോബിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ശേഷം കാണിക്കുന്നത് അന്ന് ആ സംഭവം നടന്നിരുന്ന സമയത്ത് ഷോപ്പ് തുറന്നെന്നും പറഞ്ഞ് സ്പീക്കറിലൂടെ ജനങ്ങൾക്ക് തെറ്റായ സന്ദേശം നൽകിയിരുന്ന പീറ്റർ എന്ന യുവാവിനെയാണ്. അന്ന് പീറ്റർ തൻ്റെ കാമുകി വിളിച്ചതനുസരിച്ച് അവളുമായി ബന്ധപ്പെടാനായി ആളൊഴിഞ്ഞൊരു റൂമിലേക്ക് പോവുകയാണ്. അവൻ്റെ കാമുകി പ്രാക്ടീസ് ചെയ്യുന്നതിനിടെ അങ്ങോട്ടേക്കെത്തിയ ജോൺ കാർവർ പീറ്ററെ കൊലപ്പെടുത്തി. ശേഷം ജോൺ പീറ്ററിൻ്റെ കാമുകിയെയും അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തുകയാണ്. ഈ ഒരു വാർത്ത അറിഞ്ഞ ന്യൂഡോൺ എത്രയും വേഗം സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറാനായി ജെസിക്കയോടും കൂട്ടുകാരോടും നിർദ്ദേശിച്ചു. ഉടൻ തന്നെ ജെസിക്ക കോളേജിൽ നിന്നും വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയെങ്കിലും ഞങ്ങളുമുണ്ടെന്നും കുറച്ചു നേരം വെയിറ്റ് ചെയ്യാനും അവളുടെ കൂട്ടുകാരായ ഇവാനും ഗാബിയും പറഞ്ഞു. പുറത്ത് പോലീസുള്ള ധൈര്യത്തിൽ ജെസിക്ക തൻ്റെ 2 കൂട്ടുകാരെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് അവിടേക്കെത്തിയ ജോൺ കാർവർ ഇരുവരെയും പിടികൂടി. ഏറെ നേരം കഴിഞ്ഞിട്ടും കൂട്ടുകാരെ കാണാതായതോടെ ജെസിക്ക ഇരുവരെയും അന്വേഷിച്ചിറങ്ങി. അങ്ങനെ ഇവാൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു ട്രോളിയിൽ നിന്നുമായിരുന്നെന്ന് ജെസിക്ക ഭീതിയോടെ തിരിച്ചറിഞ്ഞു. ഉടൻ തന്നെ ജോൺ ജെസിക്കയെ കൊലപ്പെടുത്താനായി ശ്രമിക്കുകയാണ്. ഒഴിഞ്ഞു മാറിയ ജെസിക്ക ജോണിൻ്റെ പക്കൽ നിന്ന് മൂടി ഒളിച്ചിരുന്നു. തന്നെ അന്വേഷിച്ചെത്തിയ ജോണിൻ്റെ മുഖത്തേക്ക് സ്പ്രേ അടിച്ചുകൊണ്ട് അലറി വിളിച്ചുകൊണ്ട് ജെസിക്ക പുറത്തുണ്ടായിരുന്ന പോലീസുകാർക്കരികിലേക്ക് ഓടി. പോലീസ് അവിടെ മുഴുവൻ അരച്ചു പറക്കിയെങ്കിലും ജോൺ കാർവറെ കണ്ടെത്താനായി സാധിച്ചിരുന്നില്ല. സംഭവം അറിഞ്ഞ് റയാനും ബോബിയും അങ്ങോട്ടേക്ക് ഓടിയെത്തി. ഇരുവരും പരസ്പരം പഴിചേരാൻ ആരംഭിച്ചു. സെക്യൂരിറ്റി ഗാർഡിനെ പരിചയമുള്ള കാര്യം നീ മറച്ചു വെച്ചെന്നും അതിലെന്തോ നിഗൂഢതയുണ്ടെന്നും ബോബി റയാനോട് പറഞ്ഞു. ഞാൻ ഷോപ്പിലേക്ക് കയറാൻ വേണ്ടി അയാളെ പരിചയപ്പെട്ടതാണെന്നും മറ്റൊന്നുമില്ലെന്നും റയാൻ ബോബിക്ക് മറുപടി നൽകി. അങ്ങനെ അവരിരുവരും ഒരു തർക്കത്തിലേർപ്പെട്ടു. ഇത് കണ്ടതോടെ ക്ഷുഭിതയായ ജെസിക്ക എനിക്ക് 2 പേരെയും കാണണ്ടെന്ന് അവരോട് പറഞ്ഞു. ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞതോടെ കൂട്ടത്തിലുണ്ടായിരുന്ന ലൂലിയയുടെ പിതാവ് ഭയചകിതനായി. അയാൾ അവളെയും കൂട്ടി നാടുവിടാനൊരുങ്ങുകയാണ്. ഭീതിയോടെ സ്വയരക്ഷയ്ക്കായി ഒരു തോക്ക് വാങ്ങാമെന്ന് ജെസിക്കയുടെ കൂട്ടുകാരനായ സ്കൂബ തീരുമാനിച്ചു. അതിനായി ഇരുവരും ചേർന്ന് ആ രാത്രിയിൽ തങ്ങളുടെ ഒരു പരിചയക്കാരനെ ചെന്നു കണ്ടു. അയാൾ സ്കൂബയ്ക്ക് ഒരു തോക്ക് കൈമാറി. അതുമായി തിരികെ വരുന്ന സമയത്ത് അവർ ലൂലിയയെ വിളിച്ചിരുന്നു. ലൂലിയ ഈ സമയത്ത് യാത്രയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഒരു സമയത്ത് ജോൺ കാർവർ എന്ന ആ കില്ലർ ജൂലിയയുടെ വീട്ടിലേക്ക് കടന്നുകയറി കാവൽ നിന്നിരുന്ന പോലീസുകാരനെയും അവരുടെ പിതാവിനെയും കൊലപ്പെടുത്തി. പിന്നീട് ജോൺ ലൂലിയയുടെ ചെവിയിൽ മാരകമായ മുറിവേൽപ്പിക്കുകയാണ്. ശേഷം ജോൺ ആ ഫോണെടുത്ത് ഈ ഒരു ദൃശ്യങ്ങൾ ജെസിക്കയെയും സ്കൂബയെയും കാണിച്ചു. അവളെ രക്ഷിക്കാനായി ഉടൻ തന്നെ ഇരുവരും ലൂലിയയുടെ വീട്ടിലേക്ക് പാഞ്ഞു. ലൂലിയയുടെ കഴുത്തിൽ കത്തിവെച്ചുകൊണ്ട് ജോൺ അവരിരുവരെയും ഭീഷണിപ്പെടുത്തി. ഈ ഒരു സമയത്ത് ജോൺ ഇവാനും ഗാബിയും ജീവനോടെയുണ്ടെന്ന് ഇരുവരെയും അറിയിച്ചു. ഉടൻ തന്നെ സ്കൂബ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് ജോണിനെ വെടിവെക്കാൻ ഒരുങ്ങിയെങ്കിലും അപ്പോഴാണ് അതിലുണ്ടായിട്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം അവൻ തിരിച്ചറിയുന്നത്. ഉടൻ തന്നെ ജൂലിയയെ അവിടെ ഉണ്ടായിരുന്ന കട്ടിംഗ് മെഷീൻ്റെ മുകളിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ജോൺ അവിടെ നിന്നും രക്ഷപ്പെട്ടു. അങ്ങനെ മാരകമായി പരുക്കുപറ്റിയിരുന്ന ലൂലിയ അവിടെ വെച്ച് തന്നെ ദാരുണമായി മരണപ്പെടുകയാണ്. ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ താങ്ക്സ് ഗിവിങ്ങിനു മുൻപായി നടത്തിയിരുന്ന റാലി നിർത്തിവെക്കാമെന്ന് ജെസിക്കയുടെ പിതാവായ കാർലോസ് തീരുമാനിച്ചു. അത് മണ്ടത്തരമാകുമെന്നും പരിപാടി നടത്തിയാൽ കില്ലർ തീർച്ചയായും അങ്ങോട്ടേക്ക് എത്തുമെന്നും അവിടെ വെച്ച് നമുക്ക് കില്ലറെ പിടികൂടാമെന്നും ജെസിക്ക അഭിപ്രായപ്പെട്ടു. ആ ഒരു പരിപാടിക്ക് മുൻപായി ജെസിക്കയുടെ പരിചയക്കാരനായിരുന്ന യുവാവ് അവളുടെ പക്കലേക്കെത്തി ഒരു മോതിരം ജെസിക്കയ്ക്ക് കൈമാറി. ഈ മോതിരം ഇറാഖിലായിരുന്ന സമയത്ത് എൻ്റെ പിതാവ് ധരിച്ചിരുന്നതാണ്. ഇതിനെ ജീവൻ രക്ഷിക്കാനുള്ള കഴിവുണ്ടെന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. ഒരു ധൈര്യത്തിനായി ഇത് കയ്യിൽ വെച്ചോളൂ എന്ന് അയാൾ ജെസിക്കയോട് പറഞ്ഞു. ജെസിക്ക അത് വിരലിലണിഞ്ഞു. അങ്ങനെ താങ്ക്സ് ഗിവിങ്ങിന് മുൻപുള്ള ആഘോഷകരമായ ആ ഒരു റാലി ആരംഭിക്കുകയാണ്. മുഖംമൂടി ധരിച്ച് ആ ഒരു പരിപാടിയിലേക്ക് എത്തിയിരുന്നവരെയെല്ലാം പോലീസ് പരിശോധിക്കാൻ ആരംഭിച്ചു. ഉടൻ തന്നെ ക്ലൗഡിൻ്റെ വേഷമണിഞ്ഞ് അങ്ങോട്ടേക്ക് എത്തിയിരുന്ന കില്ലർ അവിടെ ഉണ്ടായിരുന്ന ഒരു കലാകാരൻ്റെ ശിരസ് ഛേദിച്ചു മാറ്റി. ഈ ഒരു സംഭവത്തോടെ ആളുകൾ പരിഭ്രാന്തരായി ഓട്ടം ആരംഭിച്ചു. അതോടെ പോലീസിൻ്റെ നിയന്ത്രണവും നഷ്ടമായി. കില്ലർ സ്മോക്ക് ബോംബുകൾ എറിഞ്ഞ് പുകമറ സൃഷ്ടിച്ചതോടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് പരേഡിൽ പങ്കെടുത്തിരുന്ന ഒരു വൃദ്ധൻ കൂടി ദാരുണമായി കൊല്ലപ്പെട്ടു. ഇത് കണ്ടതോടെ പോലീസ് സ്കൂബയെയും ജെസിക്കയെയും അവരുടെ കുടുംബത്തെയും പോലീസ് വാഹനത്തിലേക്ക് കയറ്റി. ഉടൻ തന്നെ ജോൺ പോലീസുകാരനെ വെടിവെച്ച് കൊലപ്പെടുത്തിക്കൊണ്ട് മൂവരെയും ഇഞ്ചക്ഷൻ കുത്തിമയക്കി.
ശേഷം അവരെയും കൊണ്ട് ജോൺ അവിടെ നിന്നും തൻ്റെ താവളത്തിലേക്ക് കടന്നു കളയുകയാണ്. ബോധം വന്നപ്പോൾ ജെസിക്കയുടെ വളർത്തമ്മ കണ്ട കാഴ്ച തൻ്റെ ശരീരത്തിൽ ജോൺ മസാല തേച്ച് പിടിപ്പിക്കുന്നതാണ്. ആ സ്ത്രീയെ ഗ്രിൽഡാക്കി വറുത്തെടുക്കുക എന്നുള്ളതായിരുന്നു ജോണിൻ്റെ ഉദ്ദേശം. ഇക്കാര്യം മനസ്സിലാക്കിയ ആ ഒരു സ്ത്രീ ജോണിൻ്റെ കണ്ണു വെട്ടിച്ച് അവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിച്ചു. ഈ സമയത്താണ് ആ സ്ത്രീ ജോൺ ഫ്രീസറിൽ വെച്ചിരുന്ന താങ്ക്സ് ഡേയിൽ പങ്കെടുത്തിരുന്ന മറ്റൊരു യുവതിയെ കാണുന്നത്. മറ്റു മാർഗമില്ലാതെ ശബ്ദമുണ്ടാക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഫ്രിഡ്ജടച്ചുകൊണ്ട് ആ ഒരു സ്ത്രീ പുറത്തേക്ക് ഓടുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് ജോൺ തൻ്റെ പക്കലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് ആ ഒരു സ്ത്രീയെ കുത്തി വീഴ്ത്തിക്കൊണ്ട് പിടികൂടുകയാണ്. ശേഷം ജോൺ ജീവനോടെ തന്നെ ജെസിക്കയുടെ രണ്ടാനമ്മയെ ഷവായ ചിക്കൻ പോലെ വറുത്തെടുത്തു. പ്രതിഷേധം ആളിക്കത്തി. ന്യൂലോൺ ഉൾപ്പെടെയുള്ള പോലീസുകാർ ഇപ്പോഴും ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് അവർക്ക് ജോൺ ലൈവ് സ്ട്രീമിംഗ് ചെയ്തിരുന്ന സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ കിട്ടി. ഉടൻ തന്നെ പോലീസുകാർ അങ്ങോട്ടേക്ക് പാഞ്ഞു ചെന്നെങ്കിലും അത് TV-യിൽ നിന്നുമുള്ള സ്ട്രീമിംഗ് ആയിരുന്നെന്നും ജോൺ തങ്ങളെ കബളിപ്പിക്കുകയായിരുന്നുവെന്നും പോലീസുകാർക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. ജോൺ തൻ്റെ ഇരകളോട് വോയിസ് മോഡുലേറ്റ് ചെയ്താണ് സംസാരിച്ചിരുന്നത്. അവൻ മേശയിൽ പൊരിച്ചു വച്ചിരുന്ന കാർലോസിൻ്റെ ഭാര്യയുടെ ശരീരം തൻ്റെ ഇരകളെ കാണിച്ചു. കാർലോസ്, ജെസിക്ക, ഗാബി, സ്കൂബ, ഇവാൻ എന്നിവരാണ് ഈ ഒരു സമയത്ത് അവിടെ ജീവനോടെ ഉണ്ടായിരുന്നത്. മേശയിൽ പേരുകളുണ്ടായിരുന്ന ബാക്കിയുള്ളവരെല്ലാം മരണപ്പെട്ട നിലയിലായിരുന്നു അവിടെ കിടന്നിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു മൃതദേഹത്തിൽ നിന്നും രക്തമൂറ്റിയെടുത്തുകൊണ്ട് ജോൺ അവരോട് പറഞ്ഞു, താങ്ക്സ് ഡേയോട് വന്ന് നിങ്ങൾ ഷോപ്പിനകത്തേക്ക് അനധികൃതമായി കയറിയതുകൊണ്ടാണ് ആ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. എല്ലാത്തിനും കാരണം നിങ്ങളാണ്. ഈ സംഭവങ്ങളെല്ലാം ജോൺ ലൈവായി സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് അപകടം നടന്നിരുന്ന വീഡിയോ ഇവാനെടുത്ത് യൂട്യൂബിലിട്ടിരുന്നു. ആ ഒരു ദേഷ്യത്തിൽ പിന്നീട് ജോൺ ഇവാനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി. ഇതേ നേരം ജെസിക്ക തൻ്റെ പരിചയക്കാരൻ കൊടുത്തിരുന്ന മോതിരം ഉപയോഗിച്ച് കയ്യിലെ കെട്ട് മുറിച്ചു മാറ്റിയിരുന്നു. ജോൺ പിന്നീട് വറുത്തു വച്ചിരുന്ന കാർലോസിൻ്റെ രണ്ടാം ഭാര്യയുടെ ശരീരം മുറിച്ചെടുത്ത് അത് കാർലോസിനെ ഭക്ഷിക്കാനായി നൽകുകയാണ്. ഈ ഒരു സമയത്ത് ജെസിക്ക മോതിരം സ്കൂബയ്ക്ക് കൈമാറിയിരുന്നു. അങ്ങനെ അവനും തൻ്റെ കെട്ടുകൾ മുറിച്ചു മാറ്റി. ശേഷം അവരിരുവരും ജോണിനെ അടിച്ച് വീഴ്ത്തിക്കൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. ഇത് കണ്ട ജോൺ സ്കൂബയെ വെട്ടി പരിക്കേൽപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് കടന്ന ജെസിക്കയ്ക്ക് പുറകെയോടി. ഭാഗ്യവശാൽ ജോൺ എത്തുന്നതിലും തൊട്ടു മുൻപ് ജെസിക്കയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന മതിലെ എടുത്തു ചാടാനായി സാധിച്ചിരുന്നു. അങ്ങനെ ഓടി രക്ഷപ്പെടുന്ന സമയത്താണ് അവൾ പരിക്ക് പറ്റി കിടന്നിരുന്ന ന്യൂലോൺ എന്ന പോലീസുകാരനെ കാണുന്നത്. ഈ ഒരു സമയത്താണ് ആ ഒരു മുഖംമൂടിധാരി തന്നെ വീക്ഷിക്കുന്ന കാഴ്ച അവൾ കാണാനിടയാവുന്നത്. ഉടൻ തന്നെ അവൾ ന്യൂലോണിൻ്റെ തോക്കുമായി അങ്ങോട്ടേക്ക് ചെന്നു. ഈ ഒരു സമയത്ത് അവൾ മുഖംമൂടി അണിഞ്ഞിരുന്നത് ബോബിയാണെന്ന് ഞെട്ടലോടെ തിരിച്ചറിയുകയാണ്. അല്പസമയത്തിനകം തന്നെ പരിക്ക് പറ്റി കിടന്നിരുന്ന ന്യൂലോൺ ജെസിക്കയുടെ പക്കലേക്കെത്തി. അയാൾ ബോബിയെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചെങ്കിലും അവൻ രക്ഷപ്പെട്ടു. പിന്നീട് ന്യൂലോൺ ജെസിക്കയെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് പോയി. ഇതിനോടകം തന്നെ പോലീസ് ജോൺ ബന്ദിയാക്കിയിരുന്നവരെയെല്ലാം രക്ഷിച്ച് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരുന്നു. ഇക്കാര്യം ജെസിക്കയെ അറിയിച്ചുകൊണ്ട് ന്യൂലോൺ ഒഴികെയുള്ള പോലീസുകാരെല്ലാം ഹോസ്പിറ്റലിലേക്ക് പോയി. ഈ ഒരു സമയത്താണ് ജെസിക്ക കാട്ടിലൂടെ ഓടിയിരുന്ന സമയത്ത് തൻ്റെ കാലിൽ പറ്റിപ്പിടിച്ചിരുന്ന മുൾപടർപ്പിൻ്റെ അവശിഷ്ടങ്ങൾ കാണുന്നത്. അതേ അവശിഷ്ടങ്ങൾ ന്യൂലോണിൻ്റെ കാലിലും പറ്റിപ്പിടിച്ചിരുന്നത് ജെസിക്ക കാണാനിടയായി. അതോടുകൂടി തന്നെ കൊല്ലാനായി ഓടിച്ച മുഖംമൂടിധാരിയായ ജോൺ ന്യൂലോണാണെന്ന് ജെസിക്ക ഭീതിയോടെ തിരിച്ചറിയുകയാണ്. ജെസിക്കയുടെ പെരുമാറ്റ രീതിയിൽ നിന്നും ജോൺ കാർവർ താനാണെന്നുള്ള സത്യം ജെസിക്ക മനസ്സിലാക്കിയെന്ന് ന്യൂലോൺ തിരിച്ചറിഞ്ഞു. അതോടെ ബോബിക്ക് മയക്കമരുന്ന് നൽകി ഞാൻ അവനെ കൊണ്ട് മാസ്ക് അണിയിച്ചതാണെന്നും യഥാർത്ഥ ജോൺ കാർവർ താൻ തന്നെയാണെന്നും ന്യൂലോൺ വെളിപ്പെടുത്തി. നിങ്ങൾ എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് ഭീതിയോടെ ജെസിക്ക ന്യൂലോണിനോട് ചോദിച്ചു. ഇത് കേട്ട് ന്യൂലോൺ പറയുകയാണ്, എൻ്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ചു പോയി. പിന്നീട് അങ്ങോട്ട് എന്നെ സ്നേഹിച്ചത് അമാൻഡയാണ്. ഞാനും അമാൻഡയും രഹസ്യബന്ധത്തിലായിരുന്നു. അമാൻഡയുടെ വയറ്റിൽ എൻ്റെ കുഞ്ഞ് വളരുന്നുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ മൂലം എനിക്കെൻ്റെ അമാൻഡയെയും കുഞ്ഞിനെയും നഷ്ടപ്പെട്ടു. ആരെയും ഞാൻ വെറുതെ വിടില്ലെന്ന് രോക്ഷത്തോടെ ന്യൂലോൺ ജെസിക്കയോട് പറഞ്ഞു. അവൻ്റെ ഈ ഒരു കുറ്റസമ്മതം ജെസിക്ക തൻ്റെ മൊബൈൽ വഴി ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ടതോടെ രോക്ഷത്തോടെ ന്യൂലോൺ ജെസിക്കയെ കൊല്ലാനൊരുങ്ങി. ഈ ഒരു സമയത്താണ് ബോബി ജെസിക്കയെ രക്ഷിക്കാനായി അങ്ങോട്ടേക്ക് എത്തുന്നത്. ബോബി ജെസിക്കയെയും കൂട്ടി പുറത്തേക്ക് ഓടി. ഈ ഒരു സമയത്ത് ജെസിക്ക പുറത്തുണ്ടായിരുന്ന കൂറ്റുന്ന ഹൈഡ്രജൻ ബലൂണിൻ്റെ ഗ്യാസ് ഓണാക്കി. ശേഷം ഇരുവരും ബോബിയുടെ ട്രക്കിലേക്ക് കയറി അവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്.
പിന്നാലെ എത്തിയ ന്യൂലോൺ അവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ട്രക്കിൽ നിന്നും താഴെ വീണിരുന്ന കേബിൾ എടുത്ത് അവിടുത്തെ ബീമിൽ ബന്ധിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അല്പദൂരം മുന്നോട്ടേക്ക് നീങ്ങി ബോബിയുടെ ട്രക്ക് നിശ്ചലമായി. അതോടെ ന്യൂലോൺ ഇരുവരെയും ആക്രമിക്കാനായി പാഞ്ഞെടുക്കുകയാണ്. അതോടെ ജെസിക്ക ട്രക്കിലുണ്ടായിരുന്ന തോക്കിലേക്ക് വെടിമരുന്ന് നിറച്ച് ആ ഒരു കൂറ്റൻ ഹൈഡ്രജൻ ബലൂണിലേക്ക് ഷൂട്ട് ചെയ്യുകയാണ്. അതോടുകൂടി ആ ഒരു ബിൽഡിങ് കത്തിച്ചാമ്പലാവുകയാണ്. ഉടൻ തന്നെ തൻ്റെ വാഹനവുമായി ബോബി മുന്നോട്ട് നീങ്ങി. പിറ്റേന്ന് രാവിലെ റയാൻ അടക്കമുള്ള ജെസിക്കയുടെ കൂട്ടുകാർ അവളെ കാണാനായി അവളുടെ പക്കലേക്കെത്തി. ന്യൂലോണിൻ്റെ ബോഡി കണ്ടുകിട്ടിയിട്ടില്ലെന്നും അവൻ കത്തിച്ചാമ്പലായി കാണുമെന്നും പോലീസുകാർ പറയുന്നത് ജെസിക്ക കേട്ടിരുന്നു. അതോടെ മാസ്ക് അണിഞ്ഞ ഫയർഫോഴ്സ് സേനാംഗങ്ങളെ കാണുമ്പോൾ അത് ന്യൂലോണായിരിക്കുമോ എന്നുള്ളൊരു തോന്നൽ ജെസിക്കയിൽ ഉടലെടുക്കുകയാണ്. ശേഷം കാണിക്കുന്നത് തൻ്റെ കാമുകനായ റയാനൊപ്പം കിടക്കുന്ന ജെസിക്കയെയാണ്. ഈ ഒരു സമയത്ത് അവൾ ന്യൂലോൺ തന്നെ പിടികൂടുന്നതായി സ്വപ്നത്തിൽ കണ്ട് ഞെട്ടിയുണരുകയാണ്. ഉടൻ തന്നെ അവളുടെ റൂമിൻ്റെ ഡോർ തനിയെ തുറക്കപ്പെടുകയാണ്. ഈ ഒരു രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുന്നു.